ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? സുഖം തന്നെയല്ലേ? ഞാൻ ഇന്നൊരു ക്രാഫ്റ്റിൻ്റെ വീഡിയോ ആയിട്ടല്ല കേട്ടോ വന്നിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഒരു ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന പെയിൻറ്റ് നമുക്ക് എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നുള്ള വീഡിയോ ആയിട്ടാണ്. നമുക്കതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള പൗഡർ, ഫെവിക്കോൾ, കുറച്ച് വെള്ളം, പിന്നെ അതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്രം. അപ്പം ഞാനൊരു ഡിസ്പോസിബിളിൻ്റെ ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്, ടാൽക്കം പൗഡർ. നമുക്ക് ബേബി പൗഡർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ ഡേറ്റ് കഴിഞ്ഞൊരു സാധാ പൗഡറാണ് യൂസ് ചെയ്തത്. പിന്നെ അതിലേക്ക് അതേ അളവ് തന്നെ ഞാൻ ഫെവിക്കോളും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 5-10 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ആ ഒരു ടെക്സ്ചർ നോക്കിയിട്ട് പെയിൻറ്റിൻ്റെ ആ ഒരു ടെക്സ്ചർ എത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പൗഡർ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിത് കുറച്ച് ലൂസായിരുന്നു, അപ്പോൾ കുറച്ചും കൂടെ ഒരു 1/2 ടീസ്പൂണും കൂടെ പൗഡർ ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. അപ്പോൾ കറക്റ്റ് ആ ഒരു പെയിൻറ്റിൻ്റെ ഒരു ടെക്സ്ചറിലെത്തി. എന്നിട്ട് ഞാനിതൊരു 6 പോർഷനായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഒരു പഴയ ഫ്രിഡ്ജിൻ്റെ എക്ട്രേ ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കളേഴ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ ലെമൺ യെല്ലോ ആഡ് ചെയ്തു. ഫുഡ് കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പൗഡർ രൂപത്തിലുള്ളതില്ലേ, ടൈഗറിൻ്റെ ആ ഒരു പാക്കറ്റിന് 10 റുപ്പീസാണ്. അപ്പോൾ ഞാൻ അത് എടുത്തിട്ടൊന്ന് കുറച്ചിട്ടൊന്ന് മിക്സ് ചെയ്തു. കുറച്ചും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് കളർ കുറവാന്ന് തോന്നിയപ്പോൾ ഇത്തിരി കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ വേറെ ഒന്നിലേക്ക് ഓറഞ്ച് റെഡ് ആഡ് ചെയ്തു. അടുത്തതായി ഞാൻ റാസ്ബെറി റെഡ് ആഡ് ചെയ്തത് ഒരു 2 ഡ്രോപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ലിക്വിഡ് ഫോമിലുള്ളതാണ്. അപ്പോൾ ലിക്വിഡ് ഫോം ആകുമ്പോൾ നമുക്ക് കുറച്ച് തന്നെ ആഡ് ചെയ്താൽ മതി. പിന്നെ ഞാൻ ഗ്രീൻ കളർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്നിലേക്ക് പിങ്കാണ് ആഡ് ചെയ്തത്. അത് ടൈഗറിൻ്റെ ഒരു കളറില്ലേ, ലിക്വിഡ് കളർ, അതാണ് ആഡ് ചെയ്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കളർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ടൈഗറിൻ്റെ മറ്റേ കളർ എൻ്റെ കയ്യിലുള്ളത് യെല്ലോ ആണ്, മാംഗോൻ്റെ അവരതാണ്. അപ്പോൾ അത് ചേർത്താലും യെല്ലോ അല്ലേ വരും, അപ്പോൾ ഞാനത് ആഡ് ചെയ്തിട്ടില്ല. ഈ ഓറഞ്ച് റെഡ് മിക്സ് ചെയ്തപ്പോൾ നല്ല ഭംഗിയുള്ളൊരു കളർ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ റാസ്ബെറി റെഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് മിക്സ് ചെയ്തിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ആണ് വരുന്നത്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ആഡ് ചെയ്ത് നോക്കി. പക്ഷേ എത്ര ആഡ് ചെയ്തിട്ടും അതിനൊരു കളറിനൊരു മാറ്റവും വരുന്നില്ല. എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ലായിരുന്നു ആ കളറ്. എന്നാൽ ഗ്രീന് അതുപോലെ പിങ്ക് ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത സമയത്ത് നല്ല കളർ തന്നെ കിട്ടി. പിന്നെ എൻ്റെ കയ്യിൽ ബ്ലൂ കളറൊന്നും ഇല്ലായിരുന്നു. ബ്ലൂ കളർ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ബ്ലൂ അതുപോലെ ലൈറ്റ് വയലറ്റ് ഒക്കെ എടുക്കായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയും കളേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അത്രയും കളേഴ്സ് മാത്രം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കളറൊന്ന് നമുക്ക് ഒരു ബോട്ടിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. നമുക്ക് വർക്കൗട്ട് ആവുമോ നോക്കണ്ടേ. അപ്പോൾ ഞാനൊരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആദ്യം ഞാനൊരു ഓറഞ്ച് കളറ് അതൊന്ന് ആഡ് ചെയ്ത് നോക്കി. സ്പോഞ്ച് ഉപയോഗിച്ചിട്ടൊന്ന് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ബോട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ നന്നായിട്ടായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ടൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ ഒരുപാടൊന്നും പെയിൻറ്റിൻ്റെ ഇത് വരുന്നില്ല. നമ്മൾ സാധാ ആക്രിലിക് കളർ പെയിൻറ്റ് യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്നിട്ടപ്പം ഞാൻ ആ ഓറഞ്ച് കളറ് ചെയ്തതിന് ശേഷം ഞാൻ അടുത്തത് കുറച്ച് മേലെയായിട്ട് യെല്ലോ കളറൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ആ ഒരു സ്പോഞ്ച് തന്നെ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ഓറഞ്ച് കളറും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് പെയിൻ്റ് ആയിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടുന്നുണ്ട്. പക്ഷേ ഈ പൗഡറിൻ്റെ ആ ഒരു കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് ആ ഒരു ഇതിലിങ്ങനെ ഒരു ചെറിയൊരു പൗഡറിൻ്റെ പോലത്തെ ഒരു ഇതുണ്ടായിരുന്നു ഡ്രൈ ആയി വന്ന സമയത്ത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടേ ഇല്ലായിരുന്നു, നല്ല ഇതായിട്ട് തന്നെ കിട്ടി. ഞാൻ അങ്ങനെ ഗ്രീനും ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു ബ്രൗണ് ഞാൻ തീരെ ആഡ് ചെയ്തിട്ടില്ല. അതെനിക്ക് തീരെ ആ ഒരു മാച്ച് ചെയ്യാത്ത പോലെ തോന്നി. അപ്പോൾ ഈ 3 കളറും ചെയ്തു. പിന്നെ കുറച്ച് പിങ്കും ഞാൻ ആഡ് ചെയ്തിട്ട് ആ ഒരു ബോട്ടിൽ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 കളറും നല്ലൊരു അട്രാക്ഷനുള്ള കളറ്. അപ്പോൾ ആ പിങ്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് കുറച്ചും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് ഒരു റെഡ് കളർ പോലെ ആക്കിയാൽ മതിയായിരുന്നു എന്ന്. അങ്ങനെ എൻ്റെ കയ്യിലുള്ള ആ കളേഴ്സ് 4 ഉപയോഗിച്ചിട്ട് ഞാൻ ആ ബോട്ടിലൊന്ന് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ഡ്രൈ ആക്കാൻ വെച്ചു. പക്ഷേ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ ആക്രിലിക് കളർ പെയിൻറ്റ് ഡ്രൈ ആകുന്നതിനേക്കാൾ ഫാസ്റ്റായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട്. പക്ഷേ ഡ്രൈ ആയി കഴിഞ്ഞ സമയത്ത് അതിൻ്റെ ആ ഒരു കളറൊക്കെ കുറച്ചൊന്നൊരു ഫെയ്ഡായ പോലെ, അത്ര ഒരു അട്രാക്ഷൻ ഇല്ല. കളർ കുറേ ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ പൗഡറിൻ്റെ ആ ഒരു കണ്ടൻറ്റ് ഇങ്ങനെ തോന്നുക, ഒരു കോട്ടിങ് പോലെ ഉണ്ട്. അതുകൊണ്ടായിരിക്കാം. പക്ഷേ ഞാൻ ഇങ്ങനെ നഖം കൊണ്ട് ഇങ്ങനെ നീക്കി നോക്കിയിട്ട് പോലും പെയിൻ്റൊന്നും ഇളകി പോകുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് താൽക്കാലികമായിട്ട് പെയിൻറ്റ് കയ്യിലില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കിയെടുക്കാനൊക്കെ നല്ലതാണ്. അല്ലാതെ ആക്രിലിക് കളർ പെയിൻറ്റിൻ്റെ അത്ര പെർഫെക്ഷൻ ഒന്നുമില്ല.
നമുക്ക് ഏതെങ്കിലും ഒരു പെയിൻറ്റ് കയ്യിലില്ലെങ്കിൽ ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഫുഡ് കളറോ എന്തെങ്കിലും കളറൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ പെയിൻറ്റ് മാത്രമായിട്ട് ഡ്രൈ ആക്കി എടുത്തപ്പോൾ എനിക്കൊരു ഭംഗി തോന്നാത്ത പോലെയായി. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ മേലൊരു ഡിസൈൻ എന്തെങ്കിലും ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ ബ്ലാക്ക് ആക്രിലിക് കളർ പെയിൻറ്റ് തന്നെയാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു പെയിൻറ്റ് ആക്രിലിക് കളർ പെയിൻറ്റ് ബ്ലാക്ക് ഉണ്ടാക്കാനും നമുക്ക് വീട്ടിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ പൗഡറും എല്ലാം മിക്സ് ചെയ്തിട്ട് ഒരു ബേസ് ഉണ്ടാക്കിയല്ലോ ഒരു പെയിൻറ്റിൻ്റെ. ആ ബേസിലേക്ക് നമ്മൾ ഒന്നെങ്കിൽ ബ്ലാക്ക് ഇങ്കില്ലേ, നമ്മളെ ബോൾ പെന്ന്, ആ ഒരു പെന്നിൻ്റെ ഇങ്ക് ഒഴിച്ചാലും മതി. അല്ലെങ്കിൽ നമ്മൾ ഈ ചാർക്കോളില്ലേ, കരിക്കട്ട, അത് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് നമുക്ക് എത്രയാണ് ബ്ലാക്ക് കളർ വരുന്നതിനനുസരിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്താലും നമുക്ക് ബ്ലാക്ക് കളർ കിട്ടും. അതുപോലെ നമുക്ക് ഈ ഫുഡ് കളറിന് പകരം നമുക്ക് വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സൊക്കെ യൂസ് ചെയ്യാം. യെല്ലോ കളറിന് നമ്മൾ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാം. അതുപോലെ ബ്ലൂ കളറിനാണെങ്കിൽ നമുക്ക് ബോൾ പെന്ന് യൂസ് ചെയ്താൽ മതിയായിരുന്നു, ബ്ലൂ കളർ. അപ്പോൾ ഞാൻ ഈ ഫുഡ് കളർ ചെയ്തുകൊണ്ടാണ് പിന്നെ എല്ലാം ഫുഡ് കളറിന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചത്, പല കളർ മിക്സ് ചെയ്യാതിരുന്നത്. അപ്പം നമുക്ക് വീട്ടിൽ കിട്ടുന്ന അതുപോലത്തെ കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് ബീട്രൂട്ടിൻ്റെ ആ ഒരു ജസ്റ്റ് ഒന്നിങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് ആ ഒരു നീര് യൂസ് ചെയ്താൽ നമുക്ക് നല്ലൊരു പിങ്കിഷ് കളറൊക്കെ കിട്ടും. അപ്പം ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കുറേ ആയിട്ട്, പക്ഷേ എനിക്ക് ടൈം കിട്ടുന്നില്ല. കാരണം ഇത് തന്നെ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ തന്നെ ഞാൻ കുറേ ആയി ചെയ്തിട്ട്, ഒരു 1.5 മാസത്തിലേറെ ഞാനിപ്പോൾ ഇതിൻ്റെ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് തന്നെ. അത് എഡിറ്റ് ചെയ്യാനും ഒന്നിനും നല്ല ടൈം കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ആ ഒരു ഫുഡ് കളർ അല്ലാതെ വീട്ടിലെ മെറ്റീരിയൽസൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ ടൈം കിട്ടുമെന്ന് അറിയില്ല. അപ്പം നമുക്ക് എപ്പോഴും നമുക്ക് ആ പെയിൻറ്റിൻ്റെ അത്രയും ക്വാളിറ്റി ഒന്നുമില്ല, അത്രയും ഒരു പെർഫെക്ഷൻ ഒന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമുക്ക് പെയിൻറ്റ് ഇപ്പോൾ ഈ ലോക്ക്ഡൗണ് അതിന് ശേഷം കടകളൊക്കെ എത്ര അങ്ങ് നമുക്ക് എല്ലാവരും പോകുന്നില്ലല്ലോ, ഒരുപാട് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട്. അപ്പം നമുക്കങ്ങനെ പോകാനൊക്കെ ബുദ്ധിമുട്ടുള്ള ടൈമിലൊക്കെ താൽക്കാലികമായിട്ടൊക്കെ ഒന്ന് വീട്ടിലുണ്ടാക്കിയെടുക്കാം. എന്നോട് 1-2 പേര് ചേച്ചി ഹായ് പറയുമോ ചോദിച്ചിട്ടുണ്ട്. ഒന്ന് 5th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന ഹെൽബമോളാണ്, അതുപോലെ പയ്യന്നൂരുള്ള അവന്തിക, അതുപോലെ പയ്യന്നൂരുള്ള പ്രാർത്ഥന. 3 പേർക്കും ഞാൻ ഹായ് പറഞ്ഞിട്ടുണ്ട്. ആക്രിലിക് കളർ പെയിൻറ്റ് നമുക്ക് 2 കോട്ടൊക്കെ അടിച്ചാൽ നല്ലൊരു ഷൈനിങ് കിട്ടും. ഈ ഒരു പെയിൻറ്റിന് എനിക്ക് തീരെ ഷൈനിങ് തോന്നുന്നില്ല, കാരണം ആ ഒരു പൗഡറിൻ്റെ ആ ഒരു കോട്ടിങ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കിയതിലുള്ള ഫോൾട്ടാണോ എന്നറിയില്ല. നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ ആ ഒരു ഷൈനിങ് ഇല്ലാത്തത് മനസ്സിലാക്കാൻ പറ്റും, കാരണം ആ ഒരു പൗഡറിൻ്റെ ഒരു കോട്ടിങ് കാണാം. പിന്നെ ആക്രിലിക് കളർ പെയിൻറ്റായിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല, അതൊരുപാട് കെമിക്കൽസൊക്കെ ആഡ് ചെയ്ത് അത്രയും ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ ഉണ്ടാക്കുന്നതാണല്ലോ. ഒരു കമ്പനിക്ക് തന്നെ അറിയും അതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ എന്തായിരിക്കുന്നു. പക്ഷേ ഇത് നമ്മൾ വീട്ടിലൊക്കെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള പൗഡറും അതുപോലെ വെള്ളവും ഫെവിക്കോളും മാത്രം മിക്സ് ചെയ്തിട്ടല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു നല്ലൊരു കാര്യം തന്നെയാണ്. ഏതായാലും നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ആ ഒരു പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു ബോട്ടിൽ ആർട്ട് ചെയ്യുമ്പോൾ എന്തായാലും നമുക്കൊരു സന്തോഷം തന്നെയാണ്. ഞാൻ ഈ ഒരു ബോട്ടിൽ ചെയ്തിട്ട് ഒരു 1.5 മാസത്തിലേറെയായി. ഇപ്പോൾ പുതിയൊരു വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, കാരണം മക്കൾക്കൊക്കെ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയപ്പോൾ ഫുൾ ടൈം ഫോൺ അവരുടെ കയ്യിലാണ്. അപ്പോൾ ഞാൻ നേരത്തെ ചെയ്തു വെച്ച കുറച്ച് വീഡിയോസൊക്കെ ഒന്ന് ഇട്ടതാണ്. ഇനി ടെസ്റ്റിമോണിയൽസ് ആണ്. ആദ്യം നമ്മളുടെ കൊച്ചു കൂട്ടുകാർ തന്നെയാവാം. പയ്യന്നൂരുള്ള 5th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന അവന്തിക രാജേഷ് അയച്ചു തന്നത്. നമ്മൾ ആ ഒരു പെയിൻറ്റ് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കവർ കൊണ്ട് ചെയ്തില്ലേ, ആ ഒരു ബോട്ടിലാണ് ചെയ്തത്. നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്തതായി പയ്യന്നൂർ മാത്തിൽ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള പ്രാർത്ഥന TP അയച്ചു തന്നത് നമ്മൾ ലീഫ് പ്രിൻറ്റിങ് ചെയ്തില്ലേ, ആ ഒരു ബോട്ടിലാണ്. നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നേരത്തെ എനിക്ക് പിക്ചേഴ്സ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അടുത്തതായി നമുക്ക് കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്ന പയ്യന്നൂരുള്ള സജിനി അയച്ചു തന്നതാണ്. ആ ഒരു മാർബിൾ ബോർഡിലാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നേരത്തെയും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അടുത്തതായി ജയസ അൽഫിൻ അയച്ചു തന്നതാണ്. പിസ്തയുടെ ഷെല്ല് ഉപയോഗിച്ചിട്ടുള്ള ഒരു ബോട്ടിൽ ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ പെയിൻറ്റ് മിക്സ് ചെയ്തിട്ട് കവർ ഉപയോഗിച്ചിട്ട് ചെയ്ത ഒരു ബോട്ടിലില്ലേ സിമ്പിളായിട്ടുള്ള, അതും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. രണ്ടും നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്തതായി റിഷാദാണ് അയച്ചു തന്നത്. പംകിൻ്റെ സീഡ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ബോട്ടിലാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നത്. നല്ല ക്യൂട്ടായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്തതായി ജെബിൻ റാസി അയച്ചു തന്നത് ലീഫ് പ്രിൻറ്റിംഗ് ഉള്ള ആ ഒരു ബോട്ടിലാണ്. ഞാൻ ചെയ്ത ആ ഒരു ബോട്ടിലിനേക്കാൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അടുത്ത് നമുക്ക് അയച്ചു തന്നത് നമുക്ക് എന്നും കട്ട സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ള ഷിഹാബ് വളച്ചട്ടിയാണ്. നമ്മൾ പെയിൻറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ ബോട്ടിൽ ആർട്ട് ഉണ്ട്, അത് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ലീഫ് പ്രിൻറ്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതും അയച്ചു തന്നിട്ടുണ്ട്.
പിന്നെ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള സീഡ്സ് യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു വാൾ ഹാങ്ങിങ്ങും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ ഒന്ന് അയച്ചു തരിക. പിക്ചേഴ്സൊക്കെ അയച്ചു തരേണ്ടത് ഇൻസ്റ്റാഗ്രാമിലേക്കാണ്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ആ ഒരു സ്ക്രീൻഷോട്ടാണ് ഞാനിവിടെ തന്നിരിക്കുന്നത്. പാംക്രാഫ്റ്റ് തന്നെയാണ് പേര്. അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യാത്തവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ക്രാഫ്റ്റൊക്കെ ഇൻട്രസ്റ്റിംഗ് ഉള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഒന്ന് വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ.